ഒരു ദേശത്തെ മുഴുവൻ കണ്ണീരിലാഴ്ത്തി സിസ്റ്റർ മേഴ്സി ജോസ് ഇനി ഓർമ്മത്താളിൽ മാത്രമായി തീരും. ജർമ്മനിയിൽ ശുശ്രൂഷ ചെയ്തു വരവേ സെറിബ്രൽ ഹെമറേജ് മൂലം നിത്യസമ്മാനത്തിന് വിളിക്കപ്പെട്ടതായിരുന്നു സിസ്റ്റർ. കോഴിക്കോട് വെള്ളിമാട് കുന്നിലുള്ള SH പ്രൊവിൻഷ്യൽ ഹൗസിൽ നിന്നും ഭൗതികദേഹം നാളെ രാവിലെ 7 മണിക്ക് കുളത്തുവയൽ സെന്റ് ജോർജ് തീർത്ഥാടന ദേവാലയത്തിലേക്ക് കൊണ്ടുപോകും. രാവിലെ 9 മണി മുതലാണ് പൊതുദർശനം. രാവിലെ 10:30 താമരശ്ശേരി രൂപതാധ്യക്ഷൻ മാർ റെമിജിയോസ് ഇഞ്ചനാനിയുടെ മുഖ്യ കാർമ്മികത്വത്തിൽ സംസ്കാര ചടങ്ങുകൾ ആരംഭിക്കും. ജർമ്മനിയിലെ ബാഡ് മിനിസ്റ്റർ ഏജ്ഡ് ഹോമിൽ പാസ്റ്ററൽ വർക്കറായി ജോലി ചെയ്യുന്നതിനിടയിൽ ഇക്കഴിഞ്ഞ 3-ാം തീയതിയായിരുന്നു മരണം. വീട്ടിൽ മരണവാർത്ത അറിഞ്ഞ ദിനം മുതൽ നിലയ്ക്കാതെ ഉയരുകയാണ് സഹോദരങ്ങളുടെ പ്രാർത്ഥനകൾ. വീട്ടുകാരും നാട്ടുകാരുമെല്ലാം സിസ്റ്റർ മേഴ്സിയെക്കുറിച്ച് പറയുമ്പോൾ വിതുമ്പി പോകുന്നു. കണ്ണീർ നനവുള്ള ആ ഓർമ്മകളൊന്ന് കേട്ടു നോക്കൂ. എൻ്റെ മാതാപിതാക്കളെ സ്നേഹിച്ചേക്കാളും കൂടുതൽ എന്നെ സ്നേഹിക്കുകയും ലാളിക്കുകയും ചെയ്തത് മേഴ്സി സിസ്റ്ററാണ്. മിക്കവാറും എല്ലാ ദിവസവും എന്നെ വിളിക്കും. കറക്റ്റ് ഇവിടെ ഒരു 5 മണിയാകുന്ന സമയത്ത് എല്ലാ ദിവസവും വിളിക്കും. അപ്പം മെസ്സേജ് വേർപെടുന്നതിന് മുന്നേ ഒരു ദിവസം എന്നെ വിളിച്ചില്ല. അപ്പോൾ ഞാൻ വിളിക്കാത്തേ, ഞാൻ ലിബേനിൽ നിന്ന് വീട്ടിലേക്ക് വരുമായിരുന്നു. അപ്പോൾ ഞാൻ പുറപ്പെട്ട് കാണുമെന്ന് വിളിക്കായിരുന്നു. ഇവിടെ വന്നപ്പോഴാണ് ഞാൻ മെസ്സി മരിച്ചു വരെ ഞാൻ അറിയുന്നത്. എന്നോട് ചേച്ചി പറയാനുണ്ടായിരുന്നു, ഞാൻ ഏപ്രിൽ മാസം വരും, വന്നിട്ട് നമുക്ക് കൃപാസനത്തിൽ പോകണം, പിന്നെ ഡിവൈന് വന്ന് ധ്യാനം കൂടണം, പിന്നെ എല്ലാ വീടുകളിൽ പോകണം, നീ 7 ദിവസം ലീവ് എടുക്കണം അവിടെ എന്നോട് പറയായിരുന്നു. എനിക്ക് സിസ്റ്ററിനെ കുറിച്ച് പറയാം, എൻ്റെ മക്കൾക്കാണ് കൂടുതലും ആത്മീയമായിട്ട് വളരാൻ സാധിച്ചു. കാരണം 24 വയസ്സുള്ള മോൻ എന്ന് പറഞ്ഞാൽ ഇപ്പോഴത്തെ കാലത്ത് എന്ത് പറഞ്ഞാലും പിന്നെ ആൾക്കാരുമായിട്ട് ബന്ധപ്പെടാനോ പള്ളിയുമായിട്ട് ബന്ധപ്പെടാൻ ഞങ്ങളൊന്നും പറയുന്നില്ല. സിസ്റ്ററാണ് ചെറുപ്പം മുതലേ അവനെ പിന്നെ ഇവിടെ വരുമ്പോഴൊക്കെ ആണെങ്കിലും പള്ളിയും എല്ലാം എപ്പോഴും ഫോൺ വിളിക്കുകയും ആത്മീയമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും പറഞ്ഞു തരികയും, അതുപോലെ 2 പിള്ളേരുണ്ട് എനിക്ക്. അവരിതുവരെ ഇങ്ങനെ പള്ളി പോകാതിരിക്കുകയോ അങ്ങനെ ചെയ്യാത്തതിൻ്റെ കാരണം മേഴ്സി സിസ്റ്ററാണ്. എനിക്ക് അത് മാത്രം ഏറ്റവും വലിയ അനുഭവം. പിന്നെ എന്നെക്കുറിച്ച് ഒരു വിഷമമുണ്ട്. ഞങ്ങൾക്കൊരു ഇച്ചിരി ദൂരെയുള്ള മലയാണ്, അതുകൊണ്ട് അവിടെ നിന്നൊന്ന് വിട്ടിറങ്ങുക എന്നുള്ളതായിരുന്നു മേഴ്സി സിസ്റ്ററിൻ്റെ ഒരു പ്രധാന ആഗ്രഹം. കാരണം അത് ഇതുവരെ സാധിച്ചില്ല. ഇനിയും ചേച്ചിയോട് പ്രാർത്ഥിച്ചാൽ സാധിക്കുമെന്നാണ് എൻ്റെ. കഴിഞ്ഞ ബുധനാഴ്ച വരെ ഞാൻ ഇങ്ങനെ ചേച്ചിയെ വിളിച്ചപ്പം ചേച്ചി പറഞ്ഞു, ചേച്ചിയോട് ഞാൻ പറഞ്ഞു, എല്ലാവരും അവിടെ അടുത്തുള്ളവരെല്ലാം സ്ഥലം വിറ്റ് പോകുന്നുണ്ട്, ഇനി ഞങ്ങളും പതുക്കെ ഇറങ്ങുമായിരിക്കും എന്നുള്ള ലാസ്റ്റ് മെസ്സേജ് എൻ്റെ ഫോണിൽ കിടക്കുന്നത്. അപ്പം അതിനുള്ള മറുപടി ഒന്നും പറഞ്ഞില്ലായിരുന്നു ബാക്കി. അപ്പം അതിനുള്ള അനുഗ്രഹങ്ങളൊക്കെ ദൈവം തരുമെന്ന് ഞാൻ വിചാരിക്കുന്നു മേഴ്സി സിസ്റ്ററിലൂടെ. പിന്നെ ഞാൻ ചേച്ചി മരിച്ചത് അറിയുന്നത് രാത്രി 1-1:30 ആയപ്പം എനിക്ക് എൻ്റെ ചെമ്മണൂരിലുള്ള ചേച്ചിയാണ് എന്നോട് ഇങ്ങനെ സ്ട്രോക്ക് വന്നു എന്ന് എന്നോട് പറയുവാണ്. അന്നേരം ചിലപ്പം കിട്ടിയാലായിരിക്കും സീരിയസ് ആണെന്ന് പറഞ്ഞു. അന്നേരം ഞാനും നന്നായിട്ട് ദൈവത്തോട് പ്രാർത്ഥിച്ചു, ദൈവമേ രക്ഷപ്പെടുത്തണേ, സുഖപ്പെടുത്തണേ എന്ന് പ്രാർത്ഥിച്ചു. ഒരു 5 മിനിറ്റ് കഴിഞ്ഞപ്പോഴത്തേക്കും ചേച്ചി പോയെന്നും പറഞ്ഞുകൊണ്ട് ഫോൺ വന്നു. ഇപ്പോഴും എനിക്ക് എന്നെ മരിച്ചതായിട്ട് എനിക്ക് തോന്നുന്നില്ല. ഇപ്പോഴും ആ ചിരിക്കുന്ന മുഖം, ആ സൗണ്ട് ഒക്കെ എൻ്റെ മനസ്സിലിങ്ങനെ വരുന്നുണ്ട്. ഇതുവരെയായിട്ട് മരിച്ചതായിട്ട് എനിക്ക് തോന്നുന്നില്ല. എൻ്റെ മോന് ഒരാൾ സെമിനാരിയിൽ നിന്ന് മരിച്ചതാണ്. അപ്പം അവളെന്നെ ആശ്വസിപ്പിക്കുന്നത്, എത്ര ചെറുപ്പത്തിലേ നമ്മൾ പോവുകയാണെങ്കിൽ അത്രയും പാപം കുറഞ്ഞ് എത്ര നിർമ്മലമായിട്ട് നമുക്ക് സ്വർഗത്തിൽ പോകാമെന്ന് പറഞ്ഞാൽ അവൾ ഒത്തിരി കാര്യങ്ങൾ നമുക്ക് പറഞ്ഞു തരുമായിരുന്നു. പിന്നെ അതുപോലെ അവളും അങ്ങനെ പോയപ്പോൾ ഒത്തിരി പാവങ്ങൾ കുറയില്ല. അവൾ പറയും, മരിക്കാൻ പേടിക്കരുത്, നമുക്കൊരു ജീവിതം അവിടെ ഉള്ളതെന്നൊക്കെ അവൾ ഞങ്ങൾക്ക് എപ്പോഴും പറഞ്ഞു തരുമായിരുന്നു. നല്ലൊരു ചേച്ചിയായിരുന്നു. പിന്നെ ഇപ്പോൾ വീട്ടിലൊക്കെ വന്നിട്ടുണ്ട്, എല്ലാ വീടുകളിലും സന്ദർശിക്കും. ഞങ്ങൾ കെട്ടിച്ചു വിട്ട അനിയത്തിമാരുടെയും ചേച്ചിമാരുടെയൊക്കെ പേരൻസിനെ പോയി കാണും, അവർക്ക് കൊന്ത കൊടുക്കും. അങ്ങനെയൊക്കെ നല്ല നല്ല ഓർമ്മകളാണ് ചേച്ചിയെ പറ്റിയുള്ളത്. മരണത്തെപ്പറ്റി പറയുമ്പോൾ പുള്ളിക്ക് ഒരു പേടിയില്ലെന്നുള്ളതാണ്. ഒന്നും അങ്ങനെ ഒരു പേടിയോടെ ഒന്നും എന്തിനു പേടിക്കുന്ന, നമ്മുടെ ഈശോയുടെ അടുത്തോട്ടല്ലേ പോകുന്നത്, അങ്ങനെയൊക്കെയുള്ള സംസാരം വരുമ്പം ചേച്ചി അത്ര നിർമ്മലമായിട്ട് പോയിട്ടുണ്ടാവും. ഓരോ നിമിഷവും നന്നായി തന്നെ ജീവിച്ചത് തന്നെയാണ് ഞങ്ങളുടെ വിശ്വാസം. ഇപ്പോൾ ഇന്നത്തെ എൻ്റെ ഒരു ചെറിയൊരു അനുഭവം പറയുകയാണെങ്കിൽ, ഞാൻ ഇന്ന് പശുക്കട വന്ന സ്ഥലത്ത് നിന്ന്
ഇവിടെ മേഴ്സിയുടെ വീട്ടിലേക്ക് വന്ന ആ ഓരോ ഓട്ടോറിക്ഷക്കാരൻ, ആ ചേട്ടൻ പറയുക, ആ ചേട്ടൻ്റെ വണ്ടിയിലൊരു ജപമാല തൂക്കിയിട്ടുണ്ട്. അപ്പോൾ സിസ്റ്റർ 4 വർഷം മുമ്പ് ലീവിന് വന്നപ്പോൾ എനിക്ക് തന്നതാണ്. വലിയൊരു അനുഗ്രഹമായിട്ടാണ് എനിക്കതിപ്പോൾ തോന്നുന്നത്. അപ്പോൾ പുള്ളിക്കാരൻ്റെ വണ്ടി എവിടെ പോയാലും പുള്ളിക്ക് അതൊരു നല്ലൊരു എപ്പോഴും എനിക്കൊരു നല്ലൊരു സഹായവും സംരക്ഷണവും തരുന്നതായിട്ട് ആ ചേട്ടൻ പങ്കുവയ്ക്കുകയായിരുന്നു. അതെനിക്കൊരു വലിയൊരു ഇത് തോന്നി. അതുപോലെ തന്നെ വേറെ അമ്മച്ചി കഴിഞ്ഞ ദിവസം പറഞ്ഞു, ഞങ്ങൾക്ക് സിസ്റ്റർ ഒരു 5 വർഷം മുമ്പ് വീട്ടിൽ വന്ന് ഞങ്ങളുടെ വീട്ടിൽ എല്ലാവർക്കും അന്ന് ജപമാല തന്നു. അത് വെച്ച് ഞങ്ങൾ ഇപ്പോഴും പ്രാർത്ഥിക്കുന്നുണ്ട്. ഞങ്ങൾക്കൊരു സിസ്റ്റർ വരുന്ന ഞങ്ങളുടെ സ്വന്തം ഒരു സഹോദരി അല്ലെങ്കിൽ സ്വന്തം മകൾ കയറി വരുന്നൊരു അനുഭവമായിട്ടാണ് ഞങ്ങൾക്ക് തോന്നാറുള്ളതെന്ന്. ഞങ്ങൾ 1988 ജൂൺ 15 കുളത്തുവയൽ കോൺവെൻറ്റിൽ ഞങ്ങൾ ഒരുമിച്ച് കോൺവെൻറ്റിൽ ചേർന്നതാണ്. സിസ്റ്ററിൻ്റെ കൂടെ 3 വർഷം ഞങ്ങൾ ഫോർമേഷൻ പീരീഡിൽ ഞങ്ങൾ ഒരുമിച്ചുണ്ടായിരുന്നു. സിസ്റ്ററിനെക്കുറിച്ച് പറയുമ്പോൾ എപ്പോഴും ഒരു സന്തോഷപ്രകൃതമുള്ള, നല്ല ശാന്ത സ്വഭാവമുള്ള, ആർക്കും എന്ത് സഹായം എപ്പോഴും ചെയ്തു കൊടുക്കാൻ സന്നദ്ധതയുള്ള ഒരു സഹോദരിയായിരുന്നു. പെട്ടെന്നുള്ള ഈ വിയോഗം കേട്ടപ്പോൾ ഞങ്ങൾക്ക് ആർക്കും ഉൾക്കൊള്ളാൻ സാധിച്ചില്ല. എന്തായാലും ദൈവത്തിൻ്റെ ഇഷ്ടം അതായിരുന്നു ഞങ്ങൾ വിശ്വസിക്കുകയാണിപ്പോൾ. താമരശ്ശേരി രൂപതയിലെ പശുക്കട വകയിൽ പ്ലാക്കൂട്ടത്തിൽ ജോസഫ് ഏലിക്കുട്ടി ദമ്പതികളുടെ 3ാമത്തെ മകളായി ഷൈനി എന്ന സിസ്റ്റർ മേഴ്സി ജോസ് 1972 ജൂൺ 23 ജനിച്ചത്. പശുക്കടവ് ലിറ്റിൽ ഫ്ലവർ സ്കൂളിൽ നിന്ന് പ്രാഥമിക വിദ്യാഭ്യാസവും ചെമ്പനോട സെൻറ്റ് ജോസഫ് സ്കൂളിൽ നിന്ന് ഹൈസ്കൂൾ വിദ്യാഭ്യാസവും പൂർത്തിയാക്കി. തൻ്റെ ഇടവകയിൽ ശുശ്രൂഷ ചെയ്തിരുന്ന തിരുഹൃദയ സഹോദരിമാരിൽ നിന്നും പ്രചോദനം ഉൾക്കൊണ്ട് 1988 ജൂൺ 15 ഷൈനി കുളത്തുവയൽ തിരുഹൃദയ മഠത്തിൽ അർത്ഥിനിയായി. 3.5 വർഷത്തെ സന്യാസ പരിശീലനം പൂർത്തിയാക്കിയ ഷൈനി 1991 നവംബർ 14 ആദ്യ വ്രതവാഗ്ദാനം നടത്തി. സിസ്റ്റർ മേഴ്സി ജോസ് എന്ന നാമം സ്വീകരിച്ച് ഈശോയുടെ തിരുഹൃദയത്തിൻ്റെ സ്വന്തമായി തീർന്നു. ശുശ്രൂഷയുടെ ഭാഗമായി 1993 ജൂലൈ 31 ജർമ്മനിയിൽ എത്തിച്ചേർന്നു. അവിടുന്ന് തന്നെ 2000 നഴ്സിംഗ് പഠനം പൂർത്തിയാക്കിയ സിസ്റ്റർ നിരവധി ഭവനങ്ങളിൽ സേവനം ചെയ്തതിനൊപ്പം ബാഡ് ക്രൂസ്നാറ്റ്, ബിങ്കൻ എന്നീ ഭവനങ്ങളിലെ സുപ്പീരിയറായും സേവനമനുഷ്ഠിച്ചിട്ടുണ്ട്. സ്വർഗരാജ്യത്തു ചിന്ന നേരത്ത് കർത്താവിനോടു ചോദിച്ചു, സ്വന്ത ബന്ധങ്ങൾ വിട്ടു പോന്നപ്പോൾ നൊന്തു നീറിയോ നിന്മനം? ശങ്ക കൂടാതെ ചൊല്ലി ഞാൻ, കർത്താവേ ഇല്ലത്തെല്ലുമേ എത്തി ഞാനെത്തി സന്നിധേ, ഇത്ര നാൾ കാത്ത സന്നിധേ.